ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ പതിവ് ജോലി തുടങ്ങിയിട്ടുണ്ട്. മീൻ വാങ്ങിക്കൊണ്ട് വന്ന് കൊഴിയാള മീനാണ് കേട്ടോ. കൊഴിയാള മീൻ. അടുത്ത മീൻ എന്താണെന്ന് നോക്കാം. ചാള കേട്ടോ. ഇതൊക്കെ കട്ട് ചെയ്യാൻ പാടാണ്. ഇതൊക്കെ ആരാവോ കട്ട് ചെയ്യണത്? അപ്പുറത്തെ ഞാൻ അടുക്കളയിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് അപ്പുറത്തെ സൗണ്ടൊക്കെ കയറി വരും. നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. കാക്കയുടെ സൗണ്ടും പട്ടിയുടെ സൗണ്ടും ആൾക്കാരുടെ സൗണ്ടും ഒക്കെ കയറി വരും. അപ്പം നമുക്ക് ചാളയും കൊഴിയാളയാണ് കേട്ടോ. ഇത് കട്ട് ചെയ്യാനാണ്. കട്ട് ചെയ്യണം. അപ്പം നമുക്ക് കട്ടിങ് വീഡിയോ ഒന്നും ഇപ്പോൾ ആർക്കും ഇഷ്ടമില്ല കേട്ടോ. മീൻ കട്ടിങ് വീഡിയോ ഒന്നും ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോ എടുത്താലും ആരും നമ്മുടെ വീഡിയോ അങ്ങോട്ട് കാണുന്നില്ല. ആരും കാണുന്നില്ല. ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞേട്ടാ, അപ്പുറത്തെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടോ? മീൻ കട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കേട്ടോ. എല്ലാവരും വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എത്ര വയ്യെന്നവർ കിടന്നാലും വീട്ടമ്മമാർക്കൊന്നും കിടക്കാൻ പറ്റത്തില്ല. വീട്ടമ്മമാർ കിടന്ന് കത്തി ശരിയാണോ എന്ന്. എന്തായാലും ഞാൻ ഇത് ഒരെണ്ണം കാണിക്കാം. മീനും കട്ടിങ്ങൊന്നും ആർക്കും ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മൊത്തം കാണിക്കുന്നില്ല. ഞാൻ എടുത്ത കത്തി മോശം കേട്ടോ. കത്തി നമുക്ക് 2-3 ഉണ്ട്. പക്ഷെ ഞാൻ എടുത്ത കത്തി ഇത്തിരി മോശമാണ്. സൗണ്ടുകൾ കയറി വന്നാൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. എൻ്റെ ചേട്ടൻ അവിടെ തേങ്ങ തിരികൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ കട്ട് ചെയ്തിട്ട്, നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നതൊന്നും കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കട്ടിങ് ഒന്നും പൂർണ്ണമായിട്ട് കാണിക്കുന്നില്ല. മീൻ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല കത്തി എടുക്കണം കേട്ടോ. കത്തിയിലാണ് നമ്മുടെ മീൻ കട്ടിങ്ങിൻ്റെ രഹസ്യം ഇരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്ത കത്തി ഇത്തിരി മോശമാണ്. ഞാൻ നോക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ചീവണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചീവിയില്ലെങ്കിൽ അതിൻ്റെ മൂർച്ചയൊക്കെ പോകും. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്യുന്ന വീഡിയോ കാണുന്നില്ല. എന്തെങ്കിലുമൊക്കെ പാചക വീഡിയോ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. അപ്പം മീനൊക്കെ കട്ട് ചെയ്ത് പൊരിക്കാനൊക്കെ പുരട്ടി എടുത്തിട്ടുണ്ട്. മീൻ പൊരിക്കാനിട്ടിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. മീനിനെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനെ പച്ച അരച്ചാണ് വെക്കണം കേട്ടോ. മീനിനെ ഞാൻ പച്ച അരച്ചാണ് വെക്കുന്നത്. കൂടുതൽ എൻ്റെ മീൻ ഞാൻ അങ്ങനെ വെക്കത്തുള്ളൂ കേട്ടോ. മാക്സിമം പച്ച അരച്ചേ വെക്കത്തുള്ളൂ. തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കറി തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കാം കേട്ടോ. കറി തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കാം. ഞാൻ അവിയലിൻ്റെ പച്ചക്കറി അരിയാൻ പോകുന്നുണ്ട്. കുഞ്ഞ് ഇത് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ ബോറടിക്കാതിരിക്കത്തക്ക രീതിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ, അതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനത്തെ ഒരു പാചക വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഫോൺ എടുത്ത് അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ. നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുക്കള വിശേഷമൊക്കെ നിങ്ങളുടെ അടുത്തെത്തിക്കുന്നത്. ഒരു ഉളവും മറയുമില്ലാണ്ട് നമ്മൾ നിങ്ങളെ മുന്നിൽ
അടുക്കള വിശേഷം കാണിക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ആരും അടുക്കളയിൽ പോലും ആരും കയറ്റത്തില്ല കേട്ടോ. പുറത്തുനിന്നൊരാൾ വന്നാൽ അടുക്കളയിൽ പോലും കയറ്റത്തില്ല. ഇന്ന് കാലം മാറിപ്പോയി. ഇന്ന് വീട്ടിലെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും മുന്നിൽ എത്തുന്നുണ്ട്. ഞാനും എൻ്റെ അടുക്കള വിശേഷമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാനും എത്തുന്നുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ അടുക്കളയിൽ ചൂടെന്ന് പറഞ്ഞാൽ ഷീറ്റായതുകൊണ്ട് നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചക്കറിയൊക്കെ തീരുന്നവരെ കാണിക്കണം എന്നാലേ വീഡിയോയ്ക്ക് എപ്പോഴും പറയും പോലെ വീഡിയോയ്ക്ക് നീളം കൂടും. നീളം മീൻ വറുക്കായിട്ടിട്ടുണ്ട്, മീൻ കറി അടുപ്പിലായിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കേട്ടോ. ഫുള്ള് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല. എല്ലാം ഇച്ചിരിച്ച് എല്ലാം ഇച്ചിരിച്ച് നമുക്ക് വെള്ളരിക്കണ്ടെന്നൊരു സംഭവം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. വെള്ളരിക്കയുമായിട്ട് ചിലപ്പം ഇന്നൊരു വെറൈറ്റി വരുന്നതായിരിക്കും. എന്തൊരു ചൂട്. ഞാൻ അങ്ങനെ കിണ്ണാരൊന്നും നോക്കാറില്ല കേട്ടോ. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനങ്ങ് കട്ട് ചെയ്യും. ഇവിടെ ചന്തോ ഭംഗിയൊന്നും നോക്കാറില്ല. വീഡിയോ കിട്ടുന്നതെന്ന് തന്നെ സംശയം. ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു. ഇത് കണ്ടോ, നമ്മുടെ സ്വന്തം കൃഷിയാണേ. സ്വന്തം കൃഷി. പയർ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വെച്ചിരുന്നാണ്ടല്ലോ ചീത്തയായി പോവും. ഞാൻ കരുതി 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ഒരുമാതിരിയാവും. ഞാൻ കരുതി അതിനൊന്ന് വിഴുക്ക് വയ്ക്കാം. പയർ കട്ട് ചെയ്യുന്നതും കൂടെ കാണിക്കാമെന്ന് കരുതി. പയർ കട്ട് ചെയ്തതും കൊണ്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ടാണ് വീണ്ടും ഫോൺ എടുത്തുകൊണ്ട് വന്ന് വീഡിയോ എടുക്കുന്നത്. കാണുന്ന നിങ്ങൾക്ക് ബോറടി കാണുമില്ലെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിനെയും ഒന്ന് വലിയ ഭംഗിയൊന്നും ഇല്ലാണ്ട് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ? നിങ്ങളും ഇങ്ങനെയാണോ വിഴുക്കിന് കട്ട് ചെയ്യുന്നത്? ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ്. ഒരെണ്ണം ഓടുന്നുണ്ട്. എടുത്തെടുത്ത് വീഡിയോ എത്ര മിനിറ്റ് ആവും എന്തോ. എടുത്ത് കട്ടിങ്ങൊക്കെ കണ്ടിട്ട് കുറേ നാളായില്ലേ. അതുകൊണ്ടാണ് കട്ടിങ് വീഡിയോ എടുക്കാൻ കരുതി. പിന്നെ എല്ലാവർക്കും സുഖമാണോ? കാണണം നിങ്ങൾ കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ വീഡിയോക്കൊന്ന് ലൈക്ക് കൊടുക്കണം കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് മിണ്ടാതെ പോകരുത്. കാണുന്നവർ ലൈക്ക് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ നമ്മളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടൊക്കെയാണ് നമുക്ക് ആവശ്യം. കമൻറ്റ് ചെയ്യണം. ലൈക്ക് നല്ലതായാലും ചീത്തയായാലും കുഴപ്പമില്ല കേട്ടോ. നല്ലതായാലും ചീത്തയായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും മെയിനായിട്ട് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾ ലൈക്കൊക്കെ ചെയ്താലേ നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങോട്ട് പോവുള്ളൂ. കാക്ക വിളിക്കുന്നു. കാക്ക. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും കാണില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയാണ്. ഞാനും എൻ്റെ പാചകവും. പയറൊക്കെ പിന്നെ അവിടെ ഇരുന്നാലേ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചാൽ പിന്നെ അത് അവിടെ ഇരിപ്പായിപ്പോവും. കഷ്ടപ്പെട്ട് എൻ്റെ ചേട്ടൻ കൃഷി ചെയ്തതല്ലേ. അതിനെ പാഴാക്കി കളയണ്ട. മീൻ കട്ട് ചെയ്യാനും പിന്നെ എടുക്കും. ഞാൻ പച്ചക്കറിയൊക്കെ പെട്ടെന്ന് ചന്തം നോക്കൂല കേട്ടോ. എന്തായാലും തീയിൽ കിടന്ന് അത് ഇടുമ്പോഴത്തേക്ക് അതൊക്കെ അവിടെ കിടന്ന് റെഡിയാവും. അപ്പം അവിയൽ അടുപ്പിലായിട്ടുണ്ട്. വിഴുപ്പ് വയ്ക്കാൻ പോകണം കേട്ടോ. വിഴുപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മീൻകറി ഇവിടെ തിളയ്ക്കുന്നുണ്ടോ?
പാചകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ഞാൻ അതിലോട്ട് വിഴുക്കിനിടാൻ പോണ എന്തെന്ന് കാണിച്ചു തരാം കേട്ടോ. വിഴുക്കിൽ ഞാൻ ഇടാൻ പോകുന്ന ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും എന്താ ഇടാൻ പോണെന്ന് കാണാം. അപ്പം ഇത്രയും മാത്രമേ ഞാൻ വിഴുക്കിൽ ഇടുന്നുള്ളൂ കേട്ടോ. ഇച്ചിരി മുളക് പൊടി കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു. വിഴുക്കിന് ഞാൻ ഇത്രയേ ഇടുന്നുള്ളൂ. ഇത്രയും സംഭവമേ ഇടുന്നുള്ളൂ. ഞാൻ ഇങ്ങനെയാണ് വിഴുക്ക് വയ്ക്കണം കേട്ടോ. വിഴുക്കിന് എല്ലാ വിഴുക്കിനും ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. ഇച്ചിരി മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി, വേറെ ഒന്നും ഇടത്തില്ല. അപ്പം അതിൻ്റെ പരിപാടി അതവിടെ തീ കുറച്ച് വെക്കുക. ഒരു പാത്രം വെച്ച് അടച്ച് വെച്ച് കൊടുക്കുക. പരിപാടി കഴിഞ്ഞ് നമ്മൾ വിഴുക്ക് നോക്കാം കേട്ടോ. വിഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. അടുത്ത് നമുക്ക് അവിയലിൻ്റെ പച്ചക്കറി നോക്കാം. അവിയലിൻ്റെ പച്ചക്കറി നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അവിയൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പെട്ടെന്നാണ്. നിങ്ങൾക്ക് ബോറടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് ചെയ്യുന്നത്. പിന്നെ വീഡിയോ ഓൺ ചെയ്യാനും എടുക്കാനും മടിച്ചിട്ടാണ്. അവിയലും റെഡിയായി വരുന്നുണ്ട്. അതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതവിടെ ഇരുന്ന് സെറ്റാവട്ടെ. നമുക്കിനി വിഴുക്ക് കോരി മാറ്റാം. വീഡിയോ ഇനിയിപ്പം അരമണിക്കൂർ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇത്തിരി മടി വിചാരിച്ചാലേ അതിന് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിരുന്നു അത് ചീത്തയായി പോകും. ഞാൻ രസം വയ്ക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് അതിനും കൂടെ ഇത്തിരി കടുക് വറുക്കാം. അതിലോട്ട് പൊടിക്കായ ഇട്ട് കൊടുക്കേ. കട്ടക്കായ എടുക്കണില്ല, പൊടിക്കായം ഇട്ട് കൊടുക്കാം. പിന്നെ രസം ആയതിന് ശേഷം കാണാം. അപ്പം നമ്മുടെ ചോറും കറികളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാനൊക്കെ വേവിച്ച് വെച്ചിട്ടേ ഞാൻ അച്ചാമ്മ കൊച്ചുമക്കളിലോട്ട് ലൈവ് പോയിരുന്നു. അപ്പോൾ പിന്നെ ചേട്ടൻ കഴിച്ചു കേട്ടോ.
അവിയൽ നിങ്ങൾ കണ്ടതാണല്ലോ, മീൻ വറുത്തതും നിങ്ങൾ കണ്ടതാണല്ലോ, വിഴുക്കും നിങ്ങൾ കണ്ടതാണല്ലോ, എല്ലാം നിങ്ങൾ കണ്ടതാണ് നമ്മുടെ പാചകം. മീൻ കറി കണ്ടതാണല്ലോ, രസവും കണ്ടതാണല്ലോ. ചോറ് മാത്രം കണ്ടില്ല. ചോറ്, രസം, അവിയൽ, മീൻ കറി, വറുത്ത മീൻ കാണിച്ചിട്ടായിരുന്നല്ലേ, വിഴുക്ക്. കണ്ട ഇന്നത്തെ നമ്മുടെ പാചകമൊക്കെ ഇതാണ്. ഇനി കഴിക്കാൻ പോണ്. നിങ്ങൾ പേടി എടുത്ത് വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എത്തിയത്. ചേട്ടൻ കഴിച്ചു കേട്ടോ. ചേട്ടൻ കഴിച്ച് ഇനി എനിക്ക് കഴിക്കണം.